ഹലോ ഫ്രണ്ട്സ്, വിജി സാമ്പൽ ബ്ലോഗിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ പോവാണ്. മീൻ പിടിക്കുന്ന വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ കുറേ കാലം മീൻ പിടിക്കുന്നതല്ല, ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നില്ലായിരുന്നു. കാരണം ട്രോളിംഗ് ആയിരുന്നു. അപ്പോൾ ട്രോളിങ് സമയമായതുകൊണ്ട് നമ്മൾ മീൻ പിടിക്കുന്ന വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. വന്ദേ ഭാരതാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് മീനൊന്നും കിട്ടുന്നില്ലായിരുന്നു. മീൻ വളരെ കുറവാണ്. വെള്ളം ഇടയ്ക്ക് അഴുക്കായി മീനൊന്നും എല്ലാം പോയാറുകൊണ്ട് നമുക്ക് മീനൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു ചെമ്മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു 3 കൂടുണ്ട്. ആ 3 കൂട് ഇന്നലെ വൈകിട്ട് കെട്ടിയിട്ട് അപ്പോൾ അന്നേരം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പം നമുക്കിപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരാളെ കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പം ഞാൻ രാവിലെ ഇപ്പം വന്നിട്ട് നല്ല മഴക്കാറുണ്ട്. അപ്പം ഞാനിന്ന് നമ്മുടെ വള്ളത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുവാണ്. അപ്പം നമ്മൾ ആ കൂടൊന്ന് പൊക്കാൻ പോവുകയാണ്. 3 കൂടേ ഉള്ളൂ. ഇന്നലെ വൈകിട്ട് തീറ്റി കിട്ടിയതാണ്. ഇനി നമുക്ക് പൊക്കുന്നത് കാണിക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ വള്ളം ഇങ്ങനെ കിടക്കുവാണ്. അതെ, നല്ല മഴക്കാർ. അതുകൊണ്ടോ മഴയ്ക്ക് മുമ്പ് നമ്മൾ പോയി നമുക്ക് തുഴയൊന്ന് തപ്പിയെടുക്കാം. പുഴയൊക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ വല്ലവനൊക്കെ എടുത്തുകൊണ്ട് പോകും. അതാണ് പ്രോബ്ലം. നമ്മൾ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൽ നമ്മൾ വിഷമമുണ്ട്. നമുക്ക് എടുക്കുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പായലാണ്. സൂപ്പർ മഴക്കാറാണ്. ഏത് സമയം മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്നാൽ നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് തുഴയുകയും വീഡിയോ എടുക്കുകയും റിസ്ക്കാണ്. എങ്കിലും നമ്മളത് ചെയ്യുവാണ്. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അത് നമ്മൾ തന്നെയാണ് ഷൂട്ട് ചെയ്യുക. വീഡിയോ നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ ആരെങ്കിലും വിളിക്കുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാനായിട്ടുള്ള പ്രയാസം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഹെൽപ്പ് ചോദിക്കുന്നത്. എന്തൊക്കെയാണെന്നറിയത്തില്ല. അവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. കുഴപ്പമില്ല, എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. എവിടെയൊക്കെ ദൈവം നമുക്കൊരാളെ കൊണ്ട് തരുമെന്നേ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് കൂടിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടുള്ള സെറ്റപ്പാക്കാം. ഓക്കെ. അപ്പോൾ മഴ വീണ് കേട്ടോ. അപ്പം നമ്മളിതേ ഫസ്റ്റ് കൂടിൻ്റെ അടുത്ത് വന്നിരിക്കുവാണ്. മഴയ്ക്ക് മുമ്പ് നമുക്ക് കൂട് പൊക്കാം. ഒരു ആമ്പൽപ്പൂണ്ട്. നമുക്ക് തുഴയിട്ടിട്ടാണ് നമ്മളടുത്ത് പരിപാടി കാണിക്കാം. എന്തായാലും മഴ പെയ്യാൻ തുടങ്ങി. നമ്മൾ ചരടൊന്ന് തപ്പട്ടെ. സംഭവം കിട്ടി കേട്ടോ. ഇതുണ്ടോ, കണ്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവൻ എന്നെ പരിപാടി കാണിക്കുന്നത്. അപ്പം നമ്മൾ ഒറ്റയ്ക്കുള്ളതായതുകൊണ്ടാണ്. കണ്ടോ, ഒറ്റക്കാണ്, നമ്മൾ വിടില്ല കേട്ടോ. അപ്പം അത്യാവശ്യം ചെമ്മീനുണ്ട്.
എന്നാൽ ഫസ്റ്റ് കൂടാണിത്. അപ്പം നമ്മളിതിനകത്ത് പിണ്ണാക്ക് ഇതുണ്ട്, അതിനകത്ത് കെട്ടിയിട്ടിട്ടാണ് നമ്മൾ കൂടിടുന്നത്. അടുത്തൊരു വീഡിയോക്കകത്ത് നമ്മൾ ഈ പിണ്ണാക്ക് കെട്ടുന്നതൊക്കെ ഞാൻ കാണിക്കാം. അപ്പം നമുക്കിന്ന് സൗകര്യമില്ലായിരുന്നു, ആരുമില്ല, നമ്മളെന്ന് ഹെൽപ്പ് ചെയ്യാൻ ആളില്ല. അതുകൊണ്ടാണ് ഏറ്റവും വലിയ നമ്മൾ വീഡിയോ ചെയ്യാൻ പറ്റാതെ വരുന്നത്. കണ്ടോ, അപ്പോൾ നമുക്ക് കിട്ടിയ ചെമ്മീനെ കണ്ടോ, മഴ പെയ്യുന്നുണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ ആദ്യത്തെ കൂടിന് കിട്ടിയ ചെമ്മീനാണ്, നല്ല സൂപ്പർ സാധനം. 3-4 ഉള്ളു. ആയിക്കോട്ടെ, എന്നാൽ ഇനിയിപ്പോൾ മൂടൊന്ന് കിട്ടാം. ഓക്കെ, 4-6 ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. മഴ ചാറ്റൽ മഴയേ ഉള്ളു. കൂടുന്നതിന് മുമ്പ് നമുക്ക് 2 കൂടും കൂടെ പൊക്കി നമുക്ക് വീഡിയോയിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇത് അക്കേഷ്യയാണ്. അക്കേഷ്യ പൂത്ത് കിടക്കുന്നത് നല്ല ഒരു ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ പൂ വേണ്ട ക്യാൻസർ വരുമെന്നൊക്കെ പറയുന്നത്, ആർക്കറിയാച്ചോ. പ്രകൃതിയിലുള്ള പൂവല്ലേ ഇതൊക്കെ, അങ്ങനെ ഉണ്ടാകത്തൊന്നുമില്ല. ദൈവം ചുമ്മാ ഒന്നുമില്ല ഓരോന്നിനെ സൃഷ്ടിക്കുന്നത്. മനുഷ്യൻ ഓരോന്ന് കഴിച്ചിട്ട് രോഗം വരുന്നതിന് പൂവിനെയും കൊതുകിനെയൊക്കെ കുറ്റവും പറയും. അപ്പം അടുത്ത കൂടുതൽ കിടക്കുന്ന മരത്തല കിട്ടിയിട്ടുണ്ട്. ഞാൻ വാ കൊണ്ട് കടിച്ച അടുത്ത് ഏകദേശം ചരടും പൊക്കുന്ന കേട്ടോ. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടതാണ് കേട് വെക്കുന്നത്. അതിനകത്ത് വലിയ ആഴത്ത് കിടക്കണം. ചെറുതായിട്ടേ ഉള്ളു. അപ്പം നമ്മൾ രണ്ടാമത്തെ കൂടൊന്ന് പൊക്കിയേ. ഒരു മഞ്ഞക്കൂരിയുണ്ട്, ഉടക്കി കിടക്കുകയാണ്, എൻ്റെ കൊമ്പടിക്കണം. ഇനി നമുക്ക് പിന്നെ കരക്ക് കയറ്റി എടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടെ. ഓക്കെ, കാരണം ഇനിയിപ്പോൾ ചിലപ്പം ഊണ് കൂരിയുള്ള പറഞ്ഞുണ്ട്. ഇനി നമുക്ക് കരക്ക് കയറ്റി മീനെ ഇടാം. നമ്മളൊരു കൂട് അതിനകത്ത് മീൻ കുറവായിരുന്നു. കാര്യം വേറൊന്നും കൊണ്ടല്ല, അത് നമ്മൾ ഈ പുല്ലിൻ്റെ സൈഡിലല്ല ഇട്ടത്, ആ അക്കേഷ്യയുടെ അവിടെ ഇട്ടാറുണ്ട്. അതിനകത്ത് ഇപ്പോൾ പുല്ലിൻ്റെ സൈഡിൽ കിടന്ന കൂടിനകത്തൊക്കെ മീനുണ്ട്. ഇതിനകത്ത് എല്ലാത്തിനേക്കാളും കൂടുതൽ മീൻ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഞാൻ ഒറ്റയ്ക്കാണ് ഷൂട്ട് ചെയ്തത്, യാതൊരു നിവൃത്തിയില്ല. ഫോണിലായതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ബുദ്ധിമുട്ട്. എനിക്ക് അത് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. സ്വന്തമായിട്ട് അത് വേറെ സംഭവമൊക്കെ ഉണ്ടെന്ന് നമ്മുടെ കൂട്ടുകാർ പിള്ളേർ പറയും. പക്ഷെ അതിനൊന്ന് വാങ്ങിക്കാനുള്ള നമുക്ക് അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല. അപ്പം നമ്മളുള്ളത് കൊണ്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മളിന്ന് പ്രാരാബ്ദം പറയുമൊന്നുമല്ല, നമ്മുടെ നിവൃത്തിയിലേട് കൊണ്ട് നമ്മൾ പറയുക. അതൊന്ന് ഷൂട്ട് ചെയ്യാമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് മേലെ സമയമില്ല എന്നേ പറയുന്നത്.
അപ്പം ഞാൻ എന്നാ ചെയ്യാനാണ്, നമുക്ക് ഈ ഫീൽഡിനോട് താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ എൻ്റെ പ്രേക്ഷകരെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പല സൈസ് മീൻ പിടിക്കുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ചെമ്മീനൊന്ന് വീശുന്ന എടുക്കണം, കൊഞ്ചൊന്ന് കുത്തുന്ന എടുക്കണമെന്നൊക്കെ ഉണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ സാധിക്കുന്നില്ല. എന്തായാലും നമുക്ക് കിട്ടിയ മീനെ നമുക്ക് ആ പെട്ടിയിലേക്ക് എടുത്തിടാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ആകപ്പാടെ ശകലേ ഉള്ളത് നിങ്ങളെ കാണിക്കാം. ഓക്കെ. ഇത് നമ്മൾ പഴവല വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. വലക്കൊക്കെ ഭയങ്കര വിലയാണ്, നമ്മളെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് അപ്പം നമ്മൾ അവസാനത്തെ കൂട്ടി കിട്ടിയ മീൻ ഇതാണ്. ഞാൻ ഇതിൻ്റെ കൊമ്പൊടിച്ചതാണ് കേട്ടോ. വല ഉടക്കി കിടക്കും. അപ്പം നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഇനി കൂടുതൽ കൂട് വെച്ചിട്ട് നമുക്ക് കുറച്ച് ചെമ്മീൻ പിടിക്കാം. നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ഇട്ടതാണ്. അപ്പോൾ എന്തായാലും അത്രയും ചെമ്മീൻ ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായി. അപ്പോൾ ചെമ്മീൻ കാണാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല ആയിട്ട് നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ ഇത്രയും കിട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും മീൻ കിട്ടി. ഇല്ല, കക്കായാണ്. ഇതിനെ നമ്മൾ പറയുന്നത് അട്ടക്കക്കായ എന്നാണ് പറയുന്നത്. ഇനി വേറെ പേരുകളൊക്കെ കാണുമായിരിക്കും. എന്തായാലും കക്കായെല്ലാം പോട്ടെ. നീ കിടപ്പുണ്ടോയെന്ന് അറിയത്തില്ല. അങ്ങനത്തെ തുറന്നുകൊണ്ട് രണ്ടെണ്ണം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കിട്ടിയ മീനാണിത്, ചെമ്മീൻ. നല്ലൊരു മഞ്ഞക്കൂരും കയറിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നവും കുറ്റവും കുറവുകളും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ അടുത്ത വീഡിയോ ആരെങ്കിലും ഷൂട്ട് ചെയ്തിട്ട് നന്നായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ.